السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യം. കാരണം ഇവിടെ ഒരുമിച്ച് കൂടാൻ സാധ്യമായ വിശ്വാസിനികൾ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും പരമാവധി പരിശ്രമിക്കണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ സൂറ ഇബ്രാഹിമിലെ 24, 25 ആയത്തുകളാണ് ആമുഖമായി ശ്രദ്ധയിൽ ഓതിവെച്ചത്. പ്രസ്തുത ആയത്തിലൂടെ കാരുണ്യവാനായ നാഥൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അംഗീകരിക്കുന്ന ഒരു വിശ്വാസിയുടെ സ്വഭാവം അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ അള്ളാഹു ഉപമിക്കുന്നത് ഏറ്റവും നല്ല ഒരു മരത്തോടാകുന്നു. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ അള്ളാഹു ഉദാഹരിക്കുന്നത്
ഏറ്റവും നല്ല ഒരു മരത്തോടാകുന്നു. എന്താണ് ആ മരത്തിന്റെ പ്രത്യേകത? അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആണ്ട് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ ശാഖകൾ പടർന്ന് പന്തലിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ആ മരത്തിനൊരു പ്രത്യേകത കൂടി അള്ളാഹു പറയുന്നുണ്ട്. തന്റെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം എല്ലാ സമയവും അത് അതിന്റെ നന്മയായ ഫലങ്ങളെ തന്റെ ചുറ്റുപാടുകളിലേക്ക് ചെരിഞ്ഞ് നൽകുകയും ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞത്, മനുഷ്യന് വേണ്ടിയാണ് അള്ളാഹു ഇത്തരത്തിലുള്ള ഒരു ഉദാഹരണം ഉദാഹരിച്ചത്. എന്താണ്? ലഅല്ലഹും യതദക്കറൂൻ, അവൻ ഉറ്റാലോചിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് ഈ ആയത്തിന്റെ ആശയമായി നമുക്ക് വായിച്ചെടുക്കാനുള്ളത്. ഒരു വിശ്വാസി, യഥാർത്ഥ തൗഹീദ് ഉൾക്കൊള്ളുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഒരു വിശ്വാസി, അവനെ ഏറ്റവും മനോഹരമായ ഒരു മരത്തോട് അല്ലാഹു ഉദാഹരിക്കുകയും അവനിൽ ഉണ്ടാകേണ്ടുന്ന ഗുണങ്ങളെ സംബന്ധിച്ച് പ്രസ്തുത ഉദാഹരണത്തിലൂടെ അല്ലാഹു വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നതാണ്. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചൊരു മനുഷ്യനാണെങ്കിൽ അവനിൽ നിന്ന് നന്മയല്ലാത്തതൊന്നും അവന്റെ സമസൃഷ്ടികൾക്കോ അവൻ ജീവിക്കുന്ന ലോകത്തോ ഉണ്ടാവരുത്. അവനിൽ നിന്ന് ഉണ്ടാവേണ്ടത് നന്മകളാണ് എന്നാണ് പ്രസ്തുത ആയത്തിന്റെ ആശയമായി നമുക്ക് വായിക്കാനുള്ളത്. അവന്റെ നന്മകൾ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കണം. ആ നന്മകളുടെ അനുഭവം അതവന്റെ പാരത്രികമായ ജീവിതത്തിന് വിജയത്തിന് നിദാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ശ്രദ്ധിക്കണം എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ജീവിച്ചു എന്നതിന്റെ തെളിവുകളാണ് വിശുദ്ധ ഖുർആൻ സൂറ യാസീനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സൂറ യാസീനിൽ അതിന്റെ 12-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്, നമ്മൾ ഇവിടെ ജീവിച്ചതിന്റെ അടയാളങ്ങൾ കൂടി അത് പരലോകത്ത് പരിഗണിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. അതിന്റെ ഏറ്റവും നല്ല, നമ്മളിവിടെ ജീവിക്കുന്നതിന്റെ ഏറ്റവും നല്ല ഒരു തെളിവാണ് ഇന്ന് നമ്മുടെ ഈ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് പാലിയേറ്റീവ് കെയർ സംവിധാനം എന്ന് പറയുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് നിറമരുതൂർ പഞ്ചായത്തിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇല്ല. ഇന്ന് അതിന്റെ 5 വർഷം പൂർത്തിയാക്കുകയാണ്. അത് ഇന്നാട്ടുകാരായ ആളുകളുടെ, നമ്മുടെ ഓരോരുത്തരുടെയും വിയർപ്പും അധ്വാനവും ചിന്തയും അതിലുണ്ടാവണം എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. നമ്മളൊക്കെ തന്നെ ഇവിടെ എത്തിയത് ഇന്ന് നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ച് കുളിച്ച് വൃത്തിയായി ഇസ്തിരിയിട്ട് ഭക്ഷണം കഴിച്ച് നമ്മളെല്ലാവരും ഈ ജുമുഅക്ക് ഇവിടെ വന്ന് ഇരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റാളുകളുടെ പരസഹായം തേടാതെയാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ഈ ജീവിതം എപ്പോഴാണ് പ്രതിസന്ധിയിലാകുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ കൂട്ടത്തിൽ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ പല ആളുകളും എന്തിനു വരെ അവരുടെ പ്രാഥമികമായ കാര്യങ്ങൾ വരെ മറ്റുള്ളവന്റെ പരസഹായം ആവശ്യമുള്ള നിലക്ക് കാത്തിരിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദയനീയത എന്ന് പറയുന്നത് അതാണ്. തന്റെ ശരീരത്തിൽ അതിന്റെ മേലുള്ള തന്റെ നിയന്ത്രണം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോ അല്ലെ, നമ്മുടെ മുതുകിലൊന്ന് ചൊറിയണം. നമുക്ക് ചൊറിഞ്ഞാൽ അല്ലെ ഒരാശ്വാസം കിട്ടുമെങ്കിൽ നമുക്കിത് ചൊറിയാൻ ഇന്ന് കഴിയുന്നുണ്ട്. എന്നാൽ തന്റെ ശരീരത്തിന്റെ പിൻഭാഗത്തോ അല്ലെങ്കിൽ തന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ കയ്യെത്തുന്ന ദൂരത്ത് പോലും ഒരു ചൊറി വന്നാൽ
ചൊറിയാൻ കഴിയാത്ത എത്ര ആളുകൾ അല്ലെ തന്റെ കൂട്ടിരിപ്പുകാരന്റെ കയ്യൊഴിവ് നോക്കി അതിന് കാത്തിരിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട് എന്നത് നമ്മളൊന്ന് ആലോചിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരവസ്ഥ അവരുടേതാണെങ്കിൽ ഇത് എപ്പോഴും നമ്മുടെ ഒരവസ്ഥയായി മാറാവുന്ന സാഹചര്യം വിദൂരമല്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു അപകടം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ടോ ഒക്കെ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പുതിയ പഠനങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് 80% ആളുകളും വാർദ്ധക്യം അല്ലെങ്കിൽ ഒന്ന് കിടന്നുകൊണ്ടാണ്, കുറച്ചു കാലമെങ്കിലും കിടപ്പിലായതിനു ശേഷമാണ് ദുനിയാവിന്റെ ജീവിതം വിട്ടുപോവുക എന്നതാണ്. ഒരു 20% ആളുകളാണ് യഥാർത്ഥത്തിൽ വല്ല ആക്സിഡന്റോ അല്ലെങ്കിൽ വല്ല അറ്റാക്കോ ഒക്കെ വന്ന് പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് പരലോകത്തേക്കുള്ള യാത്ര തിരിക്കുക. എന്നാൽ 80% ആളുകളും കുറച്ച് കടന്ന് കുറച്ച് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോവുക എന്നതാണ് പുതിയ പഠനങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എന്നതാണ്. യഥാർത്ഥത്തിൽ പാലിയേറ്റീവ് കെയർ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംവിധാനം. ഞാൻ കിടന്നാൽ എനിക്ക് നല്ല പരിചരണം ആവശ്യമുണ്ട്. ആ പരിചരണം ചിലപ്പോ എന്റെ വീട്ടിൽ നിന്ന് മാത്രമായി ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ എനിക്ക് ആവശ്യമുള്ള രൂപത്തിൽ എന്റെ വീട്ടിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അത് കൊടുക്കുക എന്നത് ആ വീട്ടുകാരന്റെ മാത്രം ബാധ്യതയുമല്ല, അതൊരു സമൂഹത്തിന്റെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിയുകയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിൽ സജീവമാക്കുകയും ചെയ്യുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ അതൊരു സ്വാർത്ഥതയായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം എന്നാണ്. എങ്ങനെയാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? 2 കാര്യങ്ങളിൽ നിങ്ങൾക്ക് അസൂയ ആവാം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാർത്ഥരാവേണ്ടുന്ന ഒരു മേഖലയാണ് നമ്മുടെ നാടുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ. ആ സംവിധാനങ്ങൾ നമ്മൾ കിടക്കുമ്പോ എനിക്ക് ഏറ്റവും നന്നായി കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ജീവിച്ച് ഇരിക്കുന്ന സമയത്ത്, നല്ല രൂപത്തിലാകുന്ന സമയത്ത് അതിന്റെ കൂടെ പൂർണ്ണാർത്ഥത്തിൽ കഴിയാവുന്ന രൂപത്തിൽ സഹകരിക്കാൻ നമുക്ക് കഴിയണം. എങ്ങനെയൊക്കെ സഹകരിക്കാം? ഒന്ന് എന്റെ ശരീരം അതിന് നൽകാം, ഒന്ന് എന്റെ സമ്പത്ത് അതിന് നൽകാം, ഒന്ന് എന്റെ സമയം അതിന് നൽകാം, അല്ലെങ്കിൽ എന്റെ ചിന്തകൾ അതിന് നൽകാം. ഏറ്റവും നന്നായി നമ്മൾ ശ്രദ്ധിക്കുകയും ചിന്ത വെക്കുകയും കൊടുക്കുകയും ചെയ്യേണ്ട ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാണ്. പലപ്പോഴും അതുണ്ടാവുന്നില്ല. നമ്മളെങ്ങനെയാണെന്നറിയോ? പണ്ട് ഒരു ഭൃത്യനെ വിളിച്ചുകൊണ്ട്, ജോലിക്കാരനെ വിളിച്ചുകൊണ്ട് യജമാനൻ പറഞ്ഞു എന്നാണ്. യജമാനൻ പറഞ്ഞത്, നിനക്ക് ഇഷ്ടപ്പെടാവുന്ന രൂപത്തിൽ ഒരു വീട് നീ ഉണ്ടാക്കുക, അത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ അദ്ദേഹം ആ വീടുണ്ടാക്കി. ആ വീടുണ്ടാക്കിയിട്ട് ആ വീട് ആ യജമാനൻ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുക്കുക. അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന്റെ ചാവി കൊടുത്തപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, എനിക്കായിരുന്നു ഈ വീട്. അദ്ദേഹം ആ വീടൊന്നിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കുറച്ചുകൂടെ നന്നായിട്ട് ഈ വീട് പണിയാമായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന സൗകര്യങ്ങളൊന്നുമില്ല, ഇതെനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇനി അതില് കൂടുതൽ വർക്കൊന്നും ചെയ്യാൻ കഴിയൂല എന്നതുപോലെ നമ്മളിങ്ങനെ പലപ്പോഴും അതിന് പറ്റാവുന്നതൊക്കെ കൊടുത്ത് അതിന്റെ കൂടെ അല്ലെ ഇങ്ങനെ കൊടുക്കണം. എന്നാൽ നമ്മൾ കിടക്കുമ്പോഴാ നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ നമ്മളൊന്നും കിടക്കാതെ ഇവിടുന്ന് പോകുന്നു? ഇല്ലല്ലോ, നമ്മളൊക്കെ കിടക്കും. ആ കിടത്തത്തിൽ എനിക്ക് വേണ്ട സൗകര്യങ്ങൾ കിട്ടണം. ആ സൗകര്യങ്ങൾ എവിടുന്ന? നാട്ടിൽ അതിനുള്ള സൗകര്യങ്ങൾ ഞാൻ ഉണ്ടാക്കണം. എപ്പോ? ഞാൻ നടന്നിരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ആയുസ്സുള്ള, എനിക്ക് ആരോഗ്യമുള്ള, എനിക്ക് സമ്പത്തുള്ള, എനിക്ക് സമയമുള്ള സമയത്ത്. പ്രിയപ്പെട്ട സഹൽ എന്ന് പറയുന്ന സഹോദരനുണ്ട്, കരുവാരകുണ്ട് പാലിയേറ്റീവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിചയപ്പെട്ട ഒരു സഹോദരനാണ്. അദ്ദേഹം 12 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ക്യാൻസർ വന്ന്
ആ ക്യാൻസർ വന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ നാട്ടിലൊന്നും നടക്കുന്ന പാലിയേറ്റീവ് അത് ഒരു കിടപ്പിലായ രോഗിക്ക് ആവശ്യമായ അർത്ഥത്തിലേക്ക് എത്തുന്നില്ല. അദ്ദേഹം പറഞ്ഞത് എപ്പോഴാണെന്നറിയോ? അദ്ദേഹത്തിന് രോഗമുണ്ടായി, അതിന്റെ പ്രയാസങ്ങൾ, ആ യൂണിറ്റ് ഏറ്റവും നന്നായി അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ട് പോലും അദ്ദേഹത്തിന് പറയാം, എനിക്ക് മതിയാകുന്നത് വരെ പാലിയേറ്റീവിന്റെ സംവിധാനങ്ങള് ലഭ്യമായിട്ടില്ല. നോക്കൂ നിങ്ങള്, നമ്മൾ എത്ര പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്. ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഒരു കാര്യം മാത്രമല്ല, മറിച്ച് പാരത്രികമായ ജീവിതത്തിലേക്ക് കൂടിയുള്ള. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം, രോഗിയെ പരിചരിക്കുക എന്നത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. പ്രായമായവരെ സഹായിക്കുക, ഒറ്റപ്പെട്ടവരെ പരിഗണിക്കുക, പ്രയാസമുള്ളവന്റെ പ്രയാസങ്ങളിൽ അത്താണിയാവുക. നോക്കൂ നിങ്ങൾ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ചരിത്രം വായിച്ചു പോകുമ്പോൾ അതിൽ നമുക്ക് വൃദ്ധയായ ഒരു സഹോദരിക്ക് വേണ്ടി അവർ ചെയ്ത സേവനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. മത്സരിക്കുകയായിരുന്നു. ആരാ? രാജ്യം ഭരിക്കുന്ന ഖലീഫയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഖിലാഫത്ത് നടത്തുമ്പോ അവിടെ തന്റെ നാട്ടിൽ ജീവിക്കുന്ന പ്രായമായിട്ടുള്ള വൃദ്ധയായിട്ടുള്ള ആരും സഹായിക്കാനില്ലാത്ത ഒരു വൃദ്ധയായ സഹോദരിക്ക് വേണ്ടി സുബഹിനു മുമ്പ് എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃകയുണ്ട്. അതിനോട് മത്സരിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സത്യവിശ്വാസികളാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ, അവന്റെ നീറുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുകയും അത് പരിഹരിക്കുകയും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം എന്നതാണ് ഒരു സത്യവിശ്വാസികൾ നിർവഹിക്കേണ്ടുന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അത്ഇമുൽ ജാഇഅ വഊദുൽ മരീള വഫുക്കുൽ ആനിയ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശക്കുന്നവന് ആഹാരം നൽകണം. അവന്റെ മതം നോക്കേണ്ടതില്ല, അവന്റെ പാർട്ടി നോക്കേണ്ടതില്ല. വിശക്കുന്നവനാണ് നമ്മുടെ ചുറ്റുപാടുകളിലുള്ളതെങ്കിൽ അവന്റെ ഭാഷയോ ദേശമോ അല്ലെങ്കിൽ അവന്റെ വസ്ത്രമോ ജാതിയോ മതമോ നോക്കാതെ അത്ഇമുൽ ജാഇഅ, വിശക്കുന്നവന് വിശപ്പ് മാറ്റിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. മാത്രല്ല വഊദുൽ മരീള, കിടപ്പിലായ രോഗികൾ, ആ രോഗികളെ നിങ്ങൾ സന്ദർശിക്കണം. വഫുക്കുൽ ആനിയ, അതേപോലെ തന്നെ ബന്ധനസ്ഥനായ ആളുകൾ, അവരെ നിങ്ങൾ മോചിപ്പിക്കണം. നമ്മുടെ ബാധ്യതയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്ര ഇടപെട്ടു എന്നുള്ളതാ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. എന്റെ നാട്ടിൽ എന്റെ അയൽവാസി, എന്റെ ചുറ്റുപാടിലുള്ളവർ, അവര് പ്രയാസം സഹിക്കുമ്പോ അവർ നാല് ചുമരുകൾക്കുള്ളിൽ അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ആ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് ജീവിക്കുമ്പോ അവന്റെ പ്രശ്നത്തിൽ എങ്ങനെ പങ്കുകൊള്ളാൻ എനിക്ക് സാധ്യമായി എന്നതിനെ സംബന്ധിച്ച് ഓരോ വിശ്വാസിയും ആലോചിക്കണം എന്നാണ് പ്രവാചകൻ നമ്മളോട് പറഞ്ഞതാ. രോഗം എന്ന് പറഞ്ഞത് അത് എന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് നമ്മളിലേക്ക് കടന്നു വരിക എന്നറിയില്ല. രോഗമെന്ന് പറഞ്ഞത് അയാളുടെ കുറ്റമല്ല. രോഗമുണ്ടായാൽ ആ രോഗം കാരണം അവൻ ക്ഷമിക്കുകയും അതിന് അവൻ ചികിത്സ നടത്തുകയും ചെയ്യണം. എന്നാൽ പുറത്തു നിൽക്കുന്ന രോഗബാധിതരല്ലാത്ത ചുറ്റുപാടുമുള്ള നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് അവൻ ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവന്റെ കുടുംബത്തിന്റെ, അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയണം. നിങ്ങൾ, ഞാൻ രോഗിയായാൽ എന്റെ വീട്ടിലെ അതുവരെയുള്ള അവസ്ഥകൾ മാറും അല്ലെ? എന്താണ്? എന്റെ മക്കളുടെ പഠനം, എന്റെ ദൈനംദിന ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ എന്റെ ഉമ്മയുടെ ഉപ്പയുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഈ രോഗിയാകുന്നതോടുകൂടി ആ മനുഷ്യൻ അനുഭവിക്കുന്ന മാനസികമായ പ്രയാസം എത്രയാണ്? അവിടെയാണ് ഈ പാലിയേറ്റീവ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു സപ്പോർട്ടാണ് അല്ലെ? ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങളുണ്ട്. മക്കളുടെ പഠനത്തിന് കഴിയുന്ന രൂപത്തിൽ അവരെവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് എത്തിക്കാൻ ഞങ്ങളുണ്ട് കൂടെ. മാത്രമല്ല, വിവാഹമാണെങ്കിൽ
അതേപോലെ തന്നെ ദൈനംദിന ജീവിതത്തിന്റെ ആവശ്യങ്ങളാണെങ്കിൽ അത് നിർവഹിക്കാൻ ഉപ്പ രോഗിയായി, കുടുംബനാഥൻ രോഗിയായി എന്നതുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല. അയാൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റുള്ള ആളുകൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, അവരുടെ പ്രയാസങ്ങളിൽ ഇടപെടാൻ, അവരുടെ പ്രശ്നങ്ങൾ തങ്ങളുടെ പ്രശ്നമായി സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് പരലോകത്തിന്റെ വിചാരണയുടെ ഭാഗം ഇങ്ങനെ പറയുമ്പോൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്താണ്? അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ യാ ഇബ്ന ആദം മരിദ്തു ഫലം തഅദുനി ഖാല യാ റബ്ബ് കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ. പരലോകത്തെ വിചാരണയാണ്. നമ്മളിങ്ങനെ അള്ളാഹിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മളോട് അള്ളാഹു പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഞാൻ രോഗിയായിരുന്നു, ഞാൻ രോഗിയായപ്പോ നീ എന്നെ സന്ദർശിച്ചില്ല. ആ മനുഷ്യൻ പറയുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് റബ്ബേ ഞങ്ങൾ നിന്നെ സന്ദർശിക്കുക? നീ റബ്ബുൽ ആലമീനല്ലേ, നിനക്കെങ്ങനെയാണ് രോഗമുണ്ടാവുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞതായി അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള, എന്റെ ഇന്ന അടിമ രോഗിയായപ്പോ ഫലം തഅദുഹു, നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് അവിടെ എന്നെ കാണാമായിരുന്നു എന്നതാണ്. നിങ്ങൾ അല്ലാഹു രോഗിയായി എന്ന് പറയുമ്പോ അള്ളാഹുവിന് രോഗം ബാധിച്ചു എന്നല്ല. നിന്റെ അയൽവാസിയായ ഇന്നയാൾ, അയാൾ രോഗിയായപ്പോ അയാളെ സന്ദർശിക്കുകയും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അയാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത നിനക്കുണ്ടായിരുന്നു. പക്ഷേ നീ എന്തുകൊണ്ട് അവിടെ എത്തിയില്ല? അവിടെ വന്നിരുന്നെങ്കിൽ നിനക്കെന്നെ കാണാമായിരുന്നു. നിങ്ങൾ പരലോകത്ത് അവിടുന്ന് അള്ളാഹു അത് പറയുമ്പോ ഇനി ദുനിയാവിലേക്ക് ഒരു മടക്കമുണ്ടായിട്ട് ഞാൻ അവിടെ നിന്ന് ചെയ്തു കൊള്ളാമെന്ന് അള്ളാഹുവോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് സമയമില്ല, അനുവാദമില്ല. അതാണ് കഴിഞ്ഞ ഖുത്ബയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സൂചിപ്പിച്ചത്. മറമാടി കിടക്കുന്ന ഒരു കബറിന്റെ അടുക്കലൂടെ പോകുമ്പോ ആ കബറിലുള്ള ആളുടെ ആഗ്രഹത്തെ സംബന്ധിച്ച് പ്രവാചകൻ കൂടെ ഇരിക്കുന്ന സഹാബികളോട് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത് പ്രവാചകൻ? നമ്മുടെ ആയുസെങ്ങാനും അദ്ദേഹത്തിന് നൽകപ്പെട്ട് അദ്ദേഹത്തെ ദുനിയാവിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിയുന്ന ഒരു നന്മയും അദ്ദേഹം നിസ്സാരമായി കാണുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്, ആരാധനകളുണ്ട്. എന്നാൽ ആ ആരാധനകളും ഇബാദത്തുകളും ചെയ്യുന്നതോടുകൂടി നമ്മുടെ സമൂഹത്തിലെ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങളിൽ അവർക്ക് ഒരു താങ്ങായി ഒരു വാക്കുകൊണ്ട്, അല്ലെങ്കിൽ സമയം നൽകിക്കൊണ്ട്, അതല്ലെങ്കിൽ സമ്പത്ത് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ആ തലത്തിൽ സഹായിക്കാൻ, അതിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുവാൻ നമുക്ക് കഴിയണം എന്നാണ്. നിങ്ങൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ അതിന്റെ പ്രതിഫലം അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അതിന്റെ പ്രതിഫലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞത് അദ്ദേഹത്തിന് വേണ്ടി 70,000 മലക്കിൻ ഹത്താ യുംസി, രാവിലെ ഒരു പ്രയാസപ്പെടുന്ന ഒരു രോഗിയുടെ അടുക്കൽ പോയി അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. എത്ര മലക്കുകളാ? 70,000 മലക്കുകളാ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ്. വൈകുന്നേരമാണ്, ഒരു രോഗിയുടെ പ്രശ്നത്തിൽ ഇടപെട്ട് അയാൾക്ക് ആശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടാൽ നേരം പുലരുന്നത് വരെ അദ്ദേഹത്തിന് 70,000 മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് എന്ന് അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മാത്രമല്ല വകാന ലഹു ഖലീഫുൻ ഫിൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ അവന് അതിന്റെ പേരിൽ സുഖ സൗകര്യങ്ങൾ നൽകപ്പെടുന്നു എന്നതാണ്. അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്, അവൻ ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോ അവന്റെ പ്രവർത്തനത്തിന്റെ നിയ്യത്ത് എന്തായിരിക്കണം എന്നതാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അല്ലെ, അങ്ങനെയാണല്ലോ, നമ്മൾ ധാരാളം നന്മകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ നന്മകൾക്ക് പ്രതിഫലം ഉണ്ടാവുമോ എന്നുള്ളതാണ്.
ആ നന്മകൾക്ക് പ്രതിഫലമുണ്ടാകണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അവൻ പരലോകം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കാൻ കഴിയണം. ഞാൻ എന്തിനാ ആ രോഗിയെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാ അതിനോട് സഹകരിക്കുന്നത്? ആ സഹകരിക്കുന്നത് എന്റെ പാരത്രികമായ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ്. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്, ഞാൻ രോഗിയായി നീ എന്നെ സന്ദർശിച്ചോ എന്ന് ചോദിക്കുമ്പോ അതെ രക്ഷിതാവേ എനിക്ക് നിന്നെ സന്ദർശിക്കാൻ കഴിഞ്ഞു എന്ന് മറുപടി പറയാൻ കഴിയണം ഒരു വിശ്വാസിക്ക്. അതിനാണ് ദുനിയാവിന്റെ ജീവിതത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഞാൻ ഇടപെടുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പ്രതിഫലം പറഞ്ഞല്ലോ, 70,000 മലക്കുകളുടെ പ്രാർത്ഥനയാണ്. രാവിലെ ചെയ്താൽ വൈകുന്നേരം വരെ, വൈകുന്നേരം ചെയ്താൽ രാവിലെ വരെ. നിങ്ങൾ എനിക്ക് വേണ്ടി 70,000 മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്താ ചെയ്തത്? നമ്മുടെ നാട്ടിലുള്ള അത്തരം സംവിധാനത്തിൽ ആ വാഹനത്തിൽ നിന്ന് കയറിയിരുന്ന് തന്റെ ചുറ്റുപാടുമുള്ള തന്റെ സഹോദരങ്ങളായ സമസൃഷ്ടികളായിട്ടുള്ള തങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ അടുക്കൽ ഒന്ന് വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിൽ എന്റേതായ ഒരു ഇടപെടൽ ഉണ്ടായാൽ, അല്ലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആദ മരീള, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചു, അങ്ങനെ അദ്ദേഹത്തെ രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ ആകാശത്ത് നിന്ന് ഒരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറയുന്നത്? നീ നന്മ ചെയ്തു, വതാബ മംശാക, നിന്റെ നടത്തമുണ്ടല്ലോ അത് ഏറ്റവും നല്ല നന്മയിലായി, മാത്രമല്ല സ്വർഗത്തിൽ നിനക്ക് ഒരു വീട് പണിയാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് ആകാശത്ത് നിന്ന് ഒരു മലക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. എന്റെ ഗൗരവാലോചിച്ചു, 6-7 രോഗികളെ ഒരു ദിവസം കാണാൻ നമ്മുടെ ഒരു ദിവസത്തെ സമയം അല്ലെങ്കിൽ 6-7 മണിക്കൂർ നീക്കിവെച്ചാൽ നമുക്ക് കഴിയാവുന്ന സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ, നമ്മളെ കാണുന്നിടത്ത്, നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുക്കൽ അത്തരം സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഞാനും നിങ്ങളും എങ്ങനെ സഹകരിച്ചു? എന്റെ ശരീരം കൊണ്ട് സഹകരിക്കാൻ കഴിഞ്ഞോ? അതിനുവേണ്ടി സമയം കൊടുക്കാൻ കഴിഞ്ഞോ? അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞോ? അതല്ലെങ്കിൽ അതിന്റെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞോ? അല്ലെ, 1 രൂപ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാ. 1 രൂപ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മിഠായി വാങ്ങാനുള്ള വിലയാണ്. എന്നാൽ നമ്മൾ നൽകുന്ന ഒരു വില, 1 രൂപയുടെ വില ഈ ഒരു സംവിധാനത്തിലെത്തിയാൽ, പാലിയേറ്റീവ് കെയർ സംവിധാനത്തിലെത്തിയാൽ 4 മണിക്കൂർ കഠിനമായി വേദന അനുഭവിക്കുന്ന ഒരു രോഗിക്ക് 4 മണിക്കൂർ വേദന ഇല്ലാതാക്കാൻ നമ്മൾ നൽകുന്ന 1 രൂപക്ക് സാധ്യമാകും എന്നതാണ്. എങ്ങനെയാ? മോർഫിൻ എന്ന് പറയുന്ന ഒരു ഗുളികയ്ക്ക് 1 രൂപ 15 പൈസയാണ്. 5 മിനിറ്റ് നേരം നമ്മുടെ നാവിലുണ്ടാകുന്ന ഒരു മധുരത്തിന് ഉപയോഗിക്കുന്ന 1 രൂപയുടെ വിലയാണ് പാലിയേറ്റീവ് സംവിധാനത്തിലെത്തിയാൽ 4 മണിക്കൂർ കഠിനമായ വേദന അനുഭവിക്കുന്നവന്റെ വേദന അത് കുറക്കാൻ കഴിയുന്ന സംവിധാനം. ആ ഒരു സംവിധാനത്തെ അടുത്തറിയണം, നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം. കേൾക്കുന്ന ആളുകളെല്ലാം ഏതെങ്കിലും തരത്തിൽ കഴിയുമെങ്കിൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും അതിന് സപ്പോർട്ട് നൽകാൻ കഴിയണം. ജനുവരി 15 എന്ന് പറയുന്നത് പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കാം. ഒരു വർഷക്കാലത്തേക്കുള്ള നമ്മുടെ കഷ്ടപ്പെടുന്ന അയൽവാസിയായ, നമ്മുടെ കൂട്ടുകാരായ, നമ്മുടെ സഹോദരങ്ങളായ, നമ്മുടെ ബന്ധുക്കളായ, നമ്മുടെ നാട്ടിലെ ആളുകൾക്കുള്ള എല്ലാ വിധത്തിലുമുള്ള ആശ്വാസത്തിന് 1 വർഷത്തേക്ക് പിരിച്ചെടുക്കുന്ന സംഖ്യയാണ് യഥാർത്ഥത്തിൽ ജനുവരി മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കണക്ക് ഞാനിങ്ങനെ കയറി വന്നപ്പോ അവിടെ നമ്മുടെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട് 3800 ചില്ലറ രൂപയാണ് കഴിഞ്ഞ വർഷത്തെ ഒരു പള്ളിയിലെ ഒരു ദിവസത്തെ പള്ളി കളക്ഷൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. മതിയോ? നമ്മൾ ആലോചിക്കാം. അടുത്ത ആഴ്ച പാലിയേറ്റീവിന്റെ കളക്ഷൻ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. ആരാ സഹായിക്കാനുള്ളത്? കൊടുക്കുന്ന 1 പൈസ പോലും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നൽകുന്നതെങ്കിൽ നമുക്ക് നഷ്ടമാവില്ല. ചിലപ്പോ ദുനിയാവിന്റെ ജീവിതത്തിൽ പോലും അത് അനുഭവിക്കേണ്ടവരായിരിക്കാം ഞാനും നിങ്ങളും. അതിലുപരി പാരത്രികമായ ജീവിതത്തിലേക്കുള്ള ഒരു കരുതി വയ്ക്കലാണ് അത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നതാണ്.
അത് സാമ്പത്തികമായി സഹകരിക്കണം. എന്നെ കൊണ്ട് കഴിയുന്ന അർത്ഥത്തിൽ അതിന്റെ പരമാവധി ഒരു വർഷത്തേക്ക് നമ്മുടെ നാട്ടിലെ പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം മാറ്റുവാനുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി നൽകിയാൽ അതിന് അള്ളാഹു ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ₹1 അല്ലേ, ഒരു കതിർ, അത് 700 ഇരട്ടിയിലേക്ക് എത്തുന്ന അതിന്റെ വളർച്ചയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറ അൽ ബഖറയിൽ അള്ളാഹു വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായി തിരിച്ചറിയുക എന്നതാണ്. അതിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. ഇല്ലെങ്കിലോ ഈ സംവിധാനം, നമ്മൾ ആ സംവിധാനത്തിലേക്ക് എത്തുന്ന അവസ്ഥ അതിവിദൂരമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കുക. എന്റെ പങ്കാളിത്തം ശാരീരികമായി, സാമ്പത്തികമായി, അതേപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുവാനും അതിന്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ നമ്മുടേതായ ശ്രദ്ധ ഉണ്ടാവണം. നമ്മുടെ വീട്ടിലെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് പോലെ അല്ല, അതിനേക്കാൾ കൂടുതൽ നമ്മൾ ആ വിഷയത്തിൽ ഉണ്ടാവണം എന്നതാണ്. നിങ്ങൾ പലപ്പോഴും അതില് ചില തെറ്റിദ്ധാരണകൾ പറയാറുണ്ട്. മുസ്ലിങ്ങൾക്ക് ചെയ്യുന്ന നന്മകൾ മാത്രമാണ്. മുസ്ലിങ്ങൾക്ക് ചെയ്യുന്ന നന്മകൾ മാത്രമൊന്നുമല്ല, ആർക്ക് നന്മ ചെയ്താലും ആ നന്മയുടെ പ്രതിഫലം നമുക്കുണ്ട്. ആർക്ക് ചെയ്യുന്നു എന്നതല്ല, ചെയ്യുമ്പോ എന്താണ് എന്റെയും നിങ്ങളുടെയും മനസ്സിലുള്ള നിയ്യത്ത്, കരുതൽ എന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രതിഫലം നൽകപ്പെടുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നതാണ്. അല്ലെ, പ്രവാചകന്റെ കാലഘട്ടത്തിലേക്ക് ആലോചിച്ചു നോക്കി. പ്രവാചകൻ വിശ്വാസികളായ മുസ്ലിങ്ങളായ രോഗികളെ മാത്രമാണോ സന്ദർശിച്ചത്? അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന മരിള ഉലാമുൻ യഹൂദി അതാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുഹു. മാത്രല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന്റെ തലയുടെ ഭാഗത്തിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹൂദിയായ ഒരു കുട്ടിക്ക് രോഗം ബാധിച്ചപ്പോ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയുടെ അടുക്കൽ ചെന്നു. മാത്രല്ല, അവന്റെ തലയുടെ ഭാഗത്തിരുന്ന് അവന്റെ രോഗവിവരങ്ങൾ അന്വേഷിച്ച് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും എന്നതാണ്. മാത്രമല്ല, പ്രതീക്ഷയോടുകൂടി ആ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ, പ്രവാചകന്റെ സംസാരത്തിൽ പ്രതീക്ഷ നൽകിക്കൊണ്ട് പ്രവാചകൻ സംസാരിക്കുകയും ചെയ്തു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മഹല്ലിൽ അതിന് കൃത്യമായി എല്ലാ മൂന്നാമത്തെ വെള്ളിയാഴ്ചയും അതിന്റെ കളക്ഷൻ എടുക്കുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ കരുതണം. ഇപ്പോ എനിക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമ്പോ ഒരു വർഷത്തിൽ കൃത്യമായും അതിന് കരുതി വെക്കുന്ന ആളുകളുണ്ട്. ഒരു വർഷത്തേക്കോ എന്റെ വകയായി അങ്ങനെ ഒരു കരുതൽ ഉണ്ടാക്കണം. ആ കരുതൽ ഉണ്ടാക്കുമ്പോഴാ ഈ സംവിധാനങ്ങൾ നന്നായിട്ട് പോവാ. ഇത് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കമ്മിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തകരായ ആളുകൾക്ക് ഉള്ളതല്ല, മറിച്ച് നമ്മുടെ നാട്ടിലുള്ളതാ. പലപ്പോഴും എന്താ അറിയോ, ഒരു പിരിവ് കഴിഞ്ഞ് അടുത്തൊരു പിരിവ് വരുമ്പോഴേക്ക് നമ്മളൊക്കെ അസ്വസ്ഥരാവുകയാണ് ചെയ്യാം. അല്ലെ, പാലിയേറ്റീവിന്റെ ചിലപ്പോ കുട്ടികളൊരു കളക്ഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞ വീടുകളിൽ ഒരു കളക്ഷൻ ഉണ്ടാവും, പള്ളിയിലൊരു കളക്ഷൻ ഉണ്ടാവും. അവിടെയൊക്കെ നമ്മളിങ്ങനെ വല്ലാത്തൊരു പിരിവാ. അങ്ങനെയാ നമ്മൾ പറയാ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ അവസരങ്ങൾ നൽകും. അള്ളാഹ് അത് പിരിവായിട്ട് നൽകും. അതേപോലെ തന്നെ നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകും. ആ നന്മ ലഭ്യമാകുന്ന അവസരങ്ങളെ അവൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ പരലോകത്തെ തീരുമാനിക്കുന്നത്. ചിലപ്പോ നന്നായി കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായി കൊടുക്കണം, ഇടക്കിടക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഇടക്കിടക്ക് കൊടുക്കണം. നമ്മൾ നൽകുന്നതല്ല. വിശുദ്ധ ഖുർആനിന്റെ പരാമർശം എന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമ്മൾ നൽകുക എന്നതാണ്. എന്താണോ നൽകാനുള്ളത് ആ നന്മകളെ നൽകുക. അതാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയതാ. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഏത് നിലപാടാണ് ആ സംവിധാനത്തോട് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കുക. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അടുത്ത ആഴ്ച അതിന്റെ കളക്ഷനാ. അതുകൊണ്ട് പരമാവധി ഈ 3800 അല്ല, മറിച്ച് എന്റെ പരമാവധി ഈ മഹല്ലിൽ നിന്ന്, ഞങ്ങളുടെ പള്ളിയിൽ നിന്ന്, ഞങ്ങൾ ജുമുഅക്ക് വരുന്ന പള്ളിയിൽ നിന്ന് അതിൽ കൂടുതൽ ഈ പ്രയാസപ്പെടുന്നവന്റെ പ്രയാസങ്ങളിൽ അത്താണിയാവുന്ന ഈ സംവിധാനത്തിൽ നമ്മുടെ പങ്കുണ്ടാവണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് അങ്ങനെയാണ്. എല്ലാ നന്മകളിലും പങ്കാളിത്തമുള്ളവനാണ് വിശ്വാസി എന്ന് പറയുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് അങ്ങനെയാണ്.
അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഏതൊരവസരത്തെയും നന്മയാക്കി തീർക്കാൻ കഴിയുന്നത് വിശ്വാസിക്ക് മാത്രമാണ്. ആ ഒരു അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കി പ്രവാചകന്റെ ചര്യയെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നല്ല വിശ്വാസികളായി ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.